ഹലോ, എല്ലാവർക്കും ശിവവേദു ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത് അവന്യൂസ് മാളാണ്. അവന്യൂസ് മാളിൽ പാർട്ട് 1 വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ പോയി കാണണം. ഞങ്ങളിവിടെ മുകളിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് ഐക്യായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് അവന്യൂസ് മാൾ തന്നെയാണ്. അവന്യൂസ് മാളിൻ്റെ ഫേസ് 2 എൻട്രൻസ് ആണ് ഇത് കാണുന്നത്. എൻട്രൻസിൽ തന്നെ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഒരു ഐസ്ക്രീം ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. കട്ട് ഫ്രൂട്ട്സും വേഫേഴ്സും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഷോപ്പാണ്. പിന്നെ ഇങ്ങനെ സെൻറ്ററിലായിട്ട് പെർഫ്യൂംസിൻ്റെ ഇതുപോലത്തെ ഓരോ ഷോപ്പുകൾ കാണാൻ പറ്റും കേട്ടോ. വേദുവിൻ്റെ ശിവയുടെ മെയിൻ പരിപാടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാവരെയും കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്മെല്ല് ചെയ്യലാണ് കേട്ടോ. സ്റ്റാർബക്സിൻ്റെ കോഫി ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റ് നോക്കിയാൽ അതിൻ്റെ ഒരു ഫ്ലവേഴ്സും ലീവ്സൊക്കെ വെച്ചിട്ട് ഭയങ്കര ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇതാണ് ഒരു മൊത്തത്തിലുള്ളൊരു വ്യൂ. ഈ ഒരു ഫേസിലത്തെ അമേരിക്കൻ ഈഗിളിൻ്റെ ഷോപ്പ്, എല്ലാം ബ്രാൻഡഡ് എല്ലാ ഷോപ്പുകളും എനിക്ക് തോന്നുന്നു ഇവിടെ ഉണ്ട്. ഇതൊരു ഊത്, നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഊതിൻ്റെ മരങ്ങൾ. പക്ഷേ ഇങ്ങനെ കാണുന്നത് ഇപ്പോഴും ആദ്യമായിട്ടാട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അവർ പല സൈസിലായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പെർഫ്യൂംസൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഫേസിൽ തന്നെ ഒരുപാട് കോസ്മെറ്റിക്സിൻ്റെ ഷോപ്സുകൾ കാണാൻ പറ്റും കേട്ടോ. ഇത് H&M ഒരു ഷോപ്പാണ്. അതിൽ തന്നെ പല ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകളുണ്ട്. ഈ ഒരു സെക്ഷൻ കണ്ടപ്പോൾ ശിവയും വേദ അവിടെ നോക്കിയിട്ടുണ്ട് കേട്ടോ. എത്രയായാലും പെൺകുട്ടികളല്ലേ, ഇതിനോടൊക്കെ ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. എല്ലാം നല്ല പ്രീമിയം ബ്രാൻഡ്സ് ആണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് എക്സ്പെൻസീവും ആണ്. എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. ഇങ്ങനെ ബ്യൂട്ടി വ്ളോഗേഴ്സൊക്കെ ഇടുമ്പോഴാണ് പലതിൻ്റെയും പേരൊക്കെ ഇപ്പോൾ ഒരു ഫെമിലിയർ ആയിട്ടുള്ളത്. മുന്നൊന്നും അത്രയും അറിഞ്ഞിരുന്നില്ല. എന്താ ലോറിയലിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. ലോറിയൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ബ്രാൻഡായിരിക്കും. അവരുടെ അറേഞ്ച്മെൻറ്റ്സും കാണാൻ നല്ല രസമാണ് കേട്ടോ. നെയിൽ കളേഴ്സും ഒക്കെ ഉണ്ട്. ആ ഒരു കളർ ടോൺസ് കാണാൻ നല്ല രസമുണ്ടല്ലേ. പിന്നെ അതാ ഇങ്ങനെ മേക്കപ്പ് ബോക്സസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കീച്ചെയിനാന്ന് തോന്നുന്നു. ആ ഒരു ടർക്കി പോലത്തെ എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. ഹെയർ അക്സസറീസൊക്കെ ഉണ്ട്. LA കളേഴ്സ് അതിൻ്റെ ബ്രാൻഡാണ്. ബ്യൂട്ടി ക്രീം മീൻസ് ഞാൻ കേട്ടിട്ട് തന്നെ ഇല്ല കേട്ടോ. എന്താ കൊറിയൻ ബ്യൂട്ടി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ട്രെൻഡാണെന്ന് തോന്നുന്നു ഈ കൊറിയൻ ബ്യൂട്ടി. പിന്നെ ഇതൊരു പുതിയ ഞാൻ കേട്ടിട്ടില്ല, ഈ മിലാനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ്. അവരുടെ കോമ്പാക്ട് പൗഡേഴ്സ് ലിപ്സ്റ്റിക്കൊക്കെയാണ്. വെറ്റ് ആൻഡ് വൈൽഡ് അത് കേട്ടിട്ടുള്ളൊരു ബ്രാൻഡാണ്. അതിൻ്റെ ഒരു സെക്ഷനുണ്ട് ഇവിടെ. ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ നല്ല കളർ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു നോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡുണ്ട്. ഇത് പുതിയ ബ്രാൻഡാണോ പഴയതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിപ്പോഴാണത് കാണുന്നത്, ഇങ്ങനെ ഒരു ബ്രാൻഡ്. ഇവിടുത്തെ കോസ്മെറ്റിക് കളക്ഷനൊക്കെ കണ്ട് കണ്ണ് ബൾബായിട്ട് ഇരിക്കുമ്പോഴാണ് അതിനേക്കാളും വലുത് കണ്ടത്. ഇത് നേരത്തെ കണ്ടതിനേക്കാളും ഡബിൾ സൈസാണ് കേട്ടോ. എന്നാ മാക്കിൻ്റെ ഒരു ഷോപ്പാണിത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു റൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിന് ഏത് വഴി കൂടെ പോകണമെന്ന് അറിയില്ല. ഇത് ഒരു വഴി കൂടെ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ വീണ്ടും ഒരു റൗണ്ട് കാണാം. അവിടെ നിന്ന് വീണ്ടും 4 ഭാഗത്തേക്ക് ഇങ്ങനെ കിടക്കുകയാണ്. ഇത്രയും വലിയൊരു ഏരിയ ആണത്. ഇതൊരു ദിവസം കൊണ്ടൊന്നും എക്സ്പ്ലോർ ചെയ്ത് കഴിയില്ല. അവരുടെ മെയിൻ പരിപാടി അടുത്തത് വന്നിട്ട് എസ്കലേറ്റർ. എവിടെ മാളിൽ പോയാലും അതുപോലെ സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഒക്കെ ഈ എസ്കലേറ്റർ പോലെയുള്ള പരിപാടി നിൽക്കും. ശിവയ്ക്ക് കുറച്ച് പേടിയാട്ടോ. വേദുവിന് അത്രയും പേടിയില്ല. വേദുവാണ് ഫസ്റ്റ് കയറുന്ന ആള്. പിടിക്കൊന്നുമില്ല, അതാ കയറും, അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങോട്ട് ഇറങ്ങും, വീണ്ടും കയറും. അതാണ് അവരുടെ മെയിൻ പരിപാടി. ഇത് പിടിക്കാണ്ട് കയറില്ല ഇറങ്ങലും കാണുമ്പോൾ എനിക്ക് ഹാർട്ട് അടിക്കട്ടെ ഇവിടെ നിന്നിട്ട്. പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു മാക്സിൻ്റെ ഷോപ്പ് കാണാം കേട്ടോ. മാക്സിൻ്റെ ഉള്ളിലേക്ക് എന്തായാലും പോവാം. അതിന് മുന്നേ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. RNB എന്ന് പറഞ്ഞൊരു ഷോപ്പൊക്കെ ഉണ്ട് കുട്ടികളുടെ ഡ്രസ്സിൻ്റെ ഒക്കെ. കഴിഞ്ഞ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു കേട്ടോ, നിങ്ങളെന്താ കുവൈറ്റി പെണ്ണുങ്ങളെ അതുപോലെ ആണുങ്ങളെ അവരെ ഒന്നും കാണിക്കാത്തത്, എന്താ ഞങ്ങൾക്ക് അവരെയൊക്കെ ഒന്ന് കാണണ്ടേ, എന്താ കാണിക്കാത്തതെന്നൊക്കെ ചോദിച്ചു കേട്ടോ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അത് അവരുടെ ഒരു പ്രൈവസിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് എന്തായാലും വേറൊരു രാജ്യത്താണല്ലോ, അപ്പോൾ നമുക്ക് തോന്നും കാണിക്കണമെന്ന്. പക്ഷെ ഇത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ. പലർക്കും അത് ഇഷ്ടമില്ലാത്ത കാര്യമാണല്ലോ. ഇപ്പം നമ്മളെ ഓരോരുത്തർ നമ്മൾ സൂം ചെയ്ത് നിങ്ങളെ കാണിക്കുമ്പോൾ
നമുക്കൊരു ഇറിറ്റേഷൻ അല്ല. അതുപോലെ തന്നെയാണല്ലോ അവർക്കും ഉണ്ടാവുക. അവർക്ക് കുറച്ച് കൂടുതലായിരിക്കും മാത്രം. മാക്സിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴൊരു നല്ലൊരു ഫീലാട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ മാക്സ്. അപ്പോൾ ആ ഒരു ഇഷ്ടം എപ്പോഴും മാക്സിനോടുണ്ട്. നാട്ടിലായാലും മക്കളുടെ കൂടുതൽ ഡ്രസ്സൊക്കെ മാക്സിന്നും അല്ലെങ്കിൽ സ്റ്റുഡിയോ അങ്ങനെയൊക്കെ എടുക്കാറുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ നല്ല ബ്രാൻഡഡ് ഷോപ്പുകൾ, ടെക്സ്റ്റൈൽ ഷോപ്പുകൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ, ബൂട്ടിക്സൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യൊരു പേടിയാട്ടോ. കാരണം വെച്ചാൽ നമ്മളതിന്ന് മേടിക്കുന്നില്ലല്ലോ, നമ്മൾ കാണിക്കാൻ വേണ്ടി ജസ്റ്റ്. പിന്നെ അവരുടെ അടുത്ത് പെർമിഷൻ ചോദിച്ച് ഷൂട്ട് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ അതിനായിട്ടൊന്നും മുതിർന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് മാക്സിൻ്റെ ഉള്ളിലത്തൊക്കെ ഒന്ന് കാഴ്ചകൾ കാണിച്ചു തരാം. ഇവിടെ കുട്ടികളുടെയൊക്കെ നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടോ. ആ വേദുവിനൊരു മിക്കി മൗസിനെ കിട്ടിയിട്ടുണ്ട്. വലിയ ഇഷ്ടം. അവൾക്ക് എവിടെ പോയാലും ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കിട്ടും. അതിൻ്റെ വാലുണ്ടെന്നൊക്കെ പറയണത്. ഇവിടെ നിന്ന് പോണ വരെ അതിനെ കൈ പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ വാശി പിടിക്കൊന്നുമില്ല കേട്ടോ, എന്നത് മേടിച്ച് തരണം എന്നൊന്നും പറഞ്ഞിട്ട്. ആൾക്ക് അത് കുറച്ച് നേരം ഒന്ന് കളിക്കണം, അത്രേ ഉള്ളൂ. താഴെ നോക്കുമ്പോൾ ഇവിടുത്തെ ക്രൗഡ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. വണ്ടികളുടെ ഒരു സെയിലിൻ്റെ ഒരു ഏരിയ ഉണ്ട് ഇവിടെ. എന്തോ ഓഫർ എന്തോ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്ര ക്രൗഡ് ഇവിടെ ഈ ഒരു ഏരിയയിൽ ഉണ്ടാവാറില്ല. ഞാൻ ഈ മാളിൽ 3ാമത്തെ പ്രാവശ്യമായിട്ട് വരുന്നത്. പക്ഷെ ഇപ്പോഴും എനിക്ക് മാള് ഫുൾ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം കുറച്ച് നേരം ആകുമ്പോഴേക്കും നമുക്ക് ഒരു 3-4 മണിക്കൂർ ആകുമ്പോഴേക്കും നമുക്ക് മടുപ്പാവും, പോവാൻ മതിയായി. പിന്നെ കുട്ടികളുടെ കാര്യം പറയാനുണ്ടോ അല്ലേ. പിന്നെ കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റിനുള്ള ഒരു സ്പേസൊന്നും അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ കാണാനിട്ടാണോന്ന് അറിയില്ല. പിന്നെ ഇത് ക്രോക്സിൻ്റെ ഷോപ്പാണ്. അടുത്ത പ്രാവശ്യം എക്സാമിന് നല്ല മാർക്ക് വാങ്ങിച്ചാൽ ക്രോക്സൊക്കെ മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടാണ് അവരുടെ പപ്പയും മക്കളും പോകുന്നത്. പപ്പയുടെ അടുത്ത് നിന്ന് അങ്ങനെ വെറുതെ ഒന്നും കിട്ടില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിച്ചാലേ ഇനി പപ്പ തരുള്ളൂ. എന്ത് സാധനമായാലും അങ്ങനെ തന്നെയാണ് അവർക്ക്. അതവർക്കും അറിയാം നന്നായിട്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ഓഫർ ചെയ്താലായിരിക്കും കുട്ടികളായാലും അങ്ങനെ ചെയ്യാനുള്ളൊരു മോട്ടിവേഷനൊക്കെ വരിക. ഇത് വിക്ടോറിയ സീക്രറ്റിൻ്റെ ഒരു ഷോപ്പാട്ടോ. അത് അത്യാവശ്യം നല്ല വലുതാണ്. ക്ലച്ചേഴ്സിൻ്റെ ഉണ്ട്. കുട്ടികളുടെ നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്രോക്കുകൾ അല്ലേ ഇവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതങ്ങനെ ക്ലോസ് ചെയ്ത് കാണിച്ചു. നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ. ഓരോ ഷോപ്പ് അകത്തൊക്കെ കയറി കാണിക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കുകയാണ്. കാരണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു പോവാണ്. എന്താ അവിടെ ഐസ്ക്രീം ആണെന്ന് പറഞ്ഞിട്ട് 2 ആൾ പപ്പനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകട്ടോ. ഈ പ്ലേസിലെത്തിയപ്പോൾ വേദന മനസ്സിലായി ഫുഡ് കോർട്ട് അടുത്താണെന്നുള്ളത്. 2 ആളും കൂടിയിട്ട് ഇവിടെ സ്ക്രീനിൽ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുക. വാനില വേണോ മാംഗോ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം വാനില തന്നെ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. ഇതിലെ പേയ്മെൻറ്റ് കാർഡ് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ സ്കാൻ ചെയ്യലുണ്ട്. അതല്ലെങ്കിൽ അവിടെ കൗണ്ടറിൽ കാർഡ് കൊടുത്തിട്ട് അങ്ങനെയും പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൗണ്ടറിൽ കാർഡ് കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യണത്. 2 ആൾ നല്ല കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇത് മെക്ഡൊണാൾഡ്സിൻ്റെ ഷോപ്പാണ്. നൈഫ് ചിക്കൻ, പിസ്സ, ബർഗറിൻ്റെ ഷോപ്പ്, അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതാ വേദു ഐസ്ക്രീം മേടിക്കുകയാണ്. ഞാനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത കേട്ടോ, അല്ലെങ്കിൽ വേദു ഇപ്പോൾ ചിലപ്പോൾ താഴെ ഇടേ. ഇതാ ശിവ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്, അവൾ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിട്ടുള്ള. ഇനി അപ്പോൾ ഇതാ വേദു തന്നെ ഫസ്റ്റ് എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇവരുടെ ഒരു സർവിങ് സ്റ്റൈൽ രസമായിട്ടുണ്ടല്ലേ. 2 പേരും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സൈഡിൽ കൂടെ കഴിക്കട്ടെ കേട്ടോ. വേദ കുറച്ച് കഴിച്ചിട്ട് ഇതാ ഇതിലേക്ക് തന്നെ വയ്ക്കുന്നുണ്ട്. ഇത് വീണ്ടും എഴുന്നേരത്ത് വീണ്ടും കഴിക്കും. ഇടയ്ക്കിടയ്ക്കണ്ടിട്ട് ചേച്ചിയുടെ നോക്കുന്നുണ്ട്. ചേച്ചിയുടെ കഴിഞ്ഞോ ഐസ്ക്രീം കഴിഞ്ഞോ എന്നാണ് നോക്കുന്നത്. ചേച്ചിയുടെ ഐസ്ക്രീം കഴിയുകയാണെങ്കിൽ കുഴപ്പമില്ല. ആദ്യം അതല്ല, വേദുവിൻ്റെ ആദ്യം കഴിയണമെന്നുണ്ടെങ്കിൽ വിഷമമാണ്. എന്നിട്ട് ചേച്ചിയോട് ചോദിക്കും. ഇപ്പോൾ 2 ആളും കൂടിയിട്ട് എന്തോ ഓർഡർ ചെയ്യാനായിട്ടുള്ള പപ്പേനെ സോപ്പിട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ KFC ആണ്. വേദുവിന് KFC കഴിക്കണമെന്ന് തോന്നണമെന്ന് പറയുന്നു പപ്പയെന്ന്. അങ്ങനെ എന്നെ കൊണ്ട് അവിടെ KFC ഒക്കെ ഓർഡർ ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് KFC ഓർഡർ ചെയ്തത് അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ പപ്പയുടെ അടുത്ത് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മേടിച്ച് തരുമെന്ന്. 1 മതി പപ്പേ, എനിക്ക് 1, ചേച്ചിക്ക് 1, അങ്ങനെ 1 മതി.
അപ്പോൾ പപ്പ ചോദിക്കുന്നുണ്ട് തിരിച്ച് എന്താ ചെയ്യുക, KFC മേടിച്ച് തരണമെങ്കിൽ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. കുഴപ്പമില്ല ഞാൻ ചെയ്യാം പപ്പയെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുട്ടാണെങ്കിൽ പറയേ പപ്പ. അപ്പോൾ പപ്പ പറഞ്ഞേ വീട്ടിലെത്തിയിട്ട് ABCD എഴുതണം, എഴുതി കഴിഞ്ഞിട്ടൊന്ന് കളിക്കാൻ പോവുള്ളൂ, പഠിക്കാനുള്ളത് പഠിക്കണം, എഴുതാനുള്ളത് എഴുതണം, പപ്പയും അമ്മയും പറയുന്നത് കേൾക്കണം, അങ്ങനെയാണെങ്കിൽ തലേമ തൊട്ട് സത്യം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അതാ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് ശിവ സൈഡിൽ കൂടെ പറയാനേ അമ്മ ആ ആൻറ്റീനെ ഒന്ന് കാണിച്ചു കൊടുത്തേ, ആ ആൻറ്റീൻ്റെ ഡ്രസ്സ് നോക്കി ഷർട്ട്, നമ്മളൊക്കെ ആണെങ്കിൽ വീട്ടിൽ ഇത്രയും ലൂസുള്ളതൊന്നും ഇടില്ലല്ലോ, ആ ആൻറ്റി നോക്കി അത്രയും ലൂസുള്ളത് ഇടണമെന്ന്. വേദ അവരെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയിരിക്കുന്നത്. ഇത് കുവൈറ്റിലെ ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ് കേട്ടോ, ഒരു ബ്രാൻഡാണ് KDD. ഇവരുടെ ജ്യൂസ് ആയാലും ഐസ്ക്രീം ആയാലും എല്ലാ ഷോപ്പിലും കൂടെ അവൈലബിൾ ആണ്. ആ ഒരു യെല്ലോ ഗ്രീൻ ഡ്രസ്സിൽ ബാഗ് മുടിച്ച് പോകണുണ്ടോ, അത് നമ്മുടെ ഇവിടുത്തെ ഒരു ഡെലിവറി കമ്പനിയാണ് കേട്ടോ, കീറ്റ എന്നാണ് പേര്. കീറ്റ ഒരു ചൈനീസ് കമ്പനിയാണ്. പിന്നെ തലാബാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഡെലിവറി കമ്പനി ഉണ്ട് കേട്ടോ. പിന്നെയും വേറെ ഉണ്ട്, കൂടുതൽ ഫേമസ് ഇത് രണ്ടുമാണ്. നമ്മുടെ നാട്ടിലത്തെ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ പോലെ. അങ്ങനെ ഒരു 15-20 മിനിറ്റിൻ്റെ വെയിറ്റിങ്ങിന് ശേഷം KFC കിട്ടിയിട്ടുണ്ട് കേട്ടോ. KFC ഇങ്ങനെ ബക്കറ്റായിട്ട് എടുക്കുമ്പോഴാണ് ഇവിടെ ലാഭം. മറ്റേത് 2-4 പീസൊക്കെ ആകുമ്പോൾ അത്രയ്ക്ക് ലാഭമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ബക്കറ്റായിട്ട് എടുത്തതാണ്. അതായത് ഏത് അവളുടെ ഫേവറേറ്റ് കാലെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നടക്കുകയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും മതിയായി, പിന്നെ പോവാന്നുള്ളതായി. അതുവരെ ഭയങ്കര ഉഷാറായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പോവാനായി. ഈ മാള് 14 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഷോപ്പുകൾ പറയുകയാണെങ്കിൽ ഒരു 1400ഓളം ഷോപ്പുകൾ തന്നെയുണ്ട്. താഴെ നോക്കുമ്പോഴത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് വഴി തെറ്റി കേട്ടോ. എന്നിട്ട് കുറച്ച് പേരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടാണ് ഐക്കാരസ് ആയിട്ടുള്ള എൻട്രൻസ് ഒക്കെ കണ്ടുപിടിച്ചത്. കാരണം ഇപ്രാവശ്യം ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ചില ഷോപ്പുകളൊക്കെ തെറ്റാതിരിക്കാനായിട്ട്. എന്താ ലിഫ്റ്റ് വന്നപ്പോൾ പെട്ടെന്ന് രണ്ടാളും സ്റ്റക്കായിട്ടാണ്. വിസിബിൾ ആയിട്ടുള്ള ഒരു ലിഫ്റ്റ്, മറ്റേത് ഞങ്ങൾ ബിൽഡിങ്ങിലൊക്കെ സാധാരണ ക്ലോസ് ചെയ്തിട്ടുള്ള ലിഫ്റ്റാണല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് സ്റ്റക്കായ ആൾ. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മെല്ലെ താഴേക്ക് ഇറങ്ങി. വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അമ്മ ആദ്യം പുറത്ത് നിന്നിട്ട് ഞാൻ വരുന്നത് വീഡിയോ ഒക്കെ എടുത്തിട്ട് കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പുറത്തേക്ക് ആക്കിയതാട്ടോ. ഇപ്പം അതിൻ്റെ ഉള്ളിൽ വരുന്ന നേരത്തെ സ്റ്റക്കായി ഡോറ്. അന്നേരം അമ്മ ഞാൻ പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം എന്താ സെക്യൂരിറ്റി ചേട്ടൻ കണ്ടിട്ട് ചേട്ടൻ പോയിട്ട് ഇതെന്തോ കയ്യും ഇങ്ങനെ കാണിക്കുന്നത്, അതോടുകൂടി അത് തിരിഞ്ഞു വന്നു. ഞങ്ങൾ 10 മണിയൊക്കെ ആയപ്പോഴാണ് കയറിയത്. ഇപ്പം സമയം 2 മണിയായിട്ട് നല്ല വെയിലാണ്. അത് ചൂടെടുക്കണമെന്ന് പറഞ്ഞിട്ട് ശിവ വേഗം നടക്കുകയാണ്. കാറ് കുറച്ച് ദൂരെയായിരുന്നല്ലോ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാറൊക്കെ നല്ല പഴുത്തിട്ടായിട്ടിരിക്കുക, നല്ല ചൂടാണ്. ഒരു ലിപ്സ്റ്റിക്ക് സീറ്റിൽ വെച്ച് മറന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അവസ്ഥ നോക്കിയാൽ ചൂടെടുത്തിട്ട് മെൽറ്റായിട്ടിരിക്കണുണ്ടോ.